നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെ ആകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നു നാളെ 1201 മീനമാസം 13-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. നാളെ വെള്ളിയാഴ്ച തൃശ്ശൂരിൽ സൂര്യോദയം കാലത്ത് 6:29 അസ്തമയം വൈകിട്ട് 6:32 ആകുന്നു. നാളത്തെ രാഹുകാലം വെള്ളിയാഴ്ച 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ ദിനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ തലേ ദിവസം തന്നെ സൂചിപ്പിച്ചിരുന്നു. ശ്രീരാമ നവമി വരുന്ന ദിനമാണ്. യഥാർത്ഥത്തിൽ നവമി നാളെയുമുണ്ട്. നാളെ കാലത്ത് 10:09 വരെ നവമി തിഥിയാകുന്നു. ശ്രീരാമൻ ജനിച്ച തിഥിയാണ് നവമി. ശ്രീരാമൻ ജനിച്ച നക്ഷത്രവും പുണർദ നക്ഷത്രമാണ്. നാളെ പുണർദ നക്ഷത്രമാണ്. പക്ഷേ ശ്രീരാമൻ ജനിച്ചത് കർക്കിടകം രാശിയിലാണ്. പുണർദ നക്ഷത്രം കർക്കിടക കൂറാണ് ശ്രീരാമൻ്റെ. കർക്കിടക കൂറ് വരുന്നത് കാലത്ത് 9:36 മുതലാണ്. യഥാർത്ഥത്തിൽ കാലത്ത് 9:36 മുതൽ 10:09 വരെയുള്ള സൂക്ഷ്മമായൊരു മുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ നവമി പൂർണ്ണമായും വരുന്നത്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാനുണ്ടെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവിടെ വ്യാഴം 12-ലാകട്ടെ. പക്ഷേ ശ്രീരാമൻ്റെ ആ നവമിയും പുണർദവും വരുന്നൊരു ശുഭമുഹൂർത്തം വരുന്നത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്താണ്. 9:36 മുതൽ 10:09 വരെയുള്ള സമയമാണെന്ന് അറിയുക. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ സുരഗുരു സേന്തോ നവമ്യാം തിഥൗ എന്നാണ് ശ്രീരാമൻ്റെ ജനനത്തെപ്പറ്റി ചമ്പു രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ, 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥരായി നിൽക്കുമ്പോൾ സുരഗുരൗ വ്യാഴം, സ ഇന്ദു ചന്ദ്രനോടുകൂടെ, നവമ്യാം തിഥൗ 9-ാമത്തെ തിഥിയിൽ നിൽക്കുന്നു. ലഗ്നേ കർക്കടകേ, കർക്കിടക ലഗ്നം, പുനർവസുയുധേ പുണർദം നക്ഷത്രം, മേഷങ്കതേ പൂഷണി, സൂര്യൻ മേടത്തിൽ അത്യുച്ചത്തിൽ നിൽക്കുന്നു. ഉച്ചസ്ഥേ ഗ്രഹപഞ്ചകേ, 5 ഗ്രഹങ്ങൾ ഉച്ചസ്ഥരായ ജാതകമാണ് ശ്രീരാമസ്വാമിയുടെ ജാതകം. അത് വളരെ സ്പഷ്ടമായിട്ട് ഏതിൽ വിവരിച്ചിട്ടുണ്ട്? നമ്മുടെ ചമ്പു രാമായണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നവമി തിഥി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്കൊക്കെ വിദ്യയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണെന്ന് അറിയുക. ഇവിടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മുഴുവനും ഉത്സവമാണ്. കാരണം വ്യാഴാഴ്ച 12 മണി മുതൽ പുണർദ നക്ഷത്രമാണ്. വൈകിട്ട് 4:30 മുതൽ നവമി തിഥിയുമാണ്. പല സ്ഥലത്തും വ്യാഴാഴ്ചയാണ് ഉത്സവങ്ങളൊക്കെ കാണുന്നത്. വെള്ളിയാഴ്ചയും ഈ ഒരു സമയവും കൂടെ ഉണ്ട് എന്ന് നിങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ശുഭമുഹൂർത്തങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണമെങ്കിൽ നാളെ മേൽപ്പറഞ്ഞ സമയം വളരെ അനുകൂലമായി സ്വീകരിക്കാവുന്നതാണ്. അത് ശ്രീരാമസ്വാമിയുടെ ജനനവുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ്. കാരണം ആ സമയം വ്യാഴം 12-ലാണ്. എങ്കിലും ഒരു കോനുസ്മിൻ സാമ്പ്രതം ലോകേ, ലോകത്തിലെ ഏറ്റവും ഗുണസമ്പന്നനായ വ്യക്തിയുടെ ജനനസമയവുമായി ബന്ധപ്പെട്ട ഒരു സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തത്തിനെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നാളെ നിർബന്ധമായും ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യവും ശ്രീരാമസ്വാമിക്ക് തുളസിമാലയും പാൽപ്പായസവും വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഗുണകരമാണെന്ന് അറിയുക. നല്ലൊരു ശ്രീരാമനവമിയെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.